ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ദൈവം ഈ ലോകത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് വെളിപ്പെടുകയും അത് മുഖാന്തരം അവരുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്ത കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ ഇയ്യോബിനെ പറ്റിയും യെശയ്യാ പ്രവാചകനെ പറ്റിയും ശ്രദ്ധിച്ചു. പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ നഥാനിയേലിനെ പറ്റി സംസാരിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് തോമാസ് ശ്ലീഹായെ പറ്റിയാണ്. തോമാസ് ശ്ലീഹ യേശു കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനവുമായി ഇന്ത്യയിൽ വന്നു. മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിയാകുകയും ചെയ്തു. എനിക്ക് ഏറ്റവും സുപരിചിതനായിട്ടുള്ള ഒരു ശ്ലീഹായാണ് തോമാസ് ശ്ലീഹ. കാരണം ഞങ്ങളുടെ നാട്ടിലെ പള്ളി തോമാസ് ശ്ലീഹയുടെ പേരിലുള്ള പള്ളിയാണ്. എല്ലാ ജൂലൈ 3-ാം തീയതിയും തോമാസ് ശ്ലീഹയുടെ ദുഃഖ്രോനോ പെരുന്നാൾ ആഘോഷിക്കും. വൈദികർ ശ്ലീഹായെപ്പറ്റി പല ട്രഡീഷനിൽ നിന്നുള്ള പല കഥകളും പറഞ്ഞ് ഞങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തോമാസ് ശ്ലീഹായെ 1-2 നാമങ്ങളിൽ അറിയപ്പെടുന്നു. ഒന്ന് ഡൗട്ടിങ് തോമസ്. കാരണം അദ്ദേഹം ദൈവത്തെ സംശയിക്കുകയും യേശുക്രിസ്തുവുമായിട്ട് 3 വർഷത്തോളം ചെലവഴിച്ചിട്ടും ദൈവത്തെ സംശയിക്കുകയും അവസാനം വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ വ്യക്തിയുമാണ്. രണ്ടാമതായി അദ്ദേഹത്തെ ഇരട്ട, ദ ട്വിൻ എന്ന് വിളിക്കുന്നു. ഒരുപക്ഷെ അത് അദ്ദേഹത്തിനൊരു ഇരട്ട സഹോദരൻ അതായിരിക്കാം അതിൻ്റെ കാരണം. അതുപോലെ തന്നെ ഡിഡിമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ്. ഡിഡിമോസ് എന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നു. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇരട്ട എന്ന് തന്നെയാണ്. പക്ഷെങ്കിൽ ട്രഡീഷൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ 2 വിരലുകൾ ഒരുമിച്ച് ഒട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ 2 വിരൽ ഒരുമിച്ച് ഒട്ടിയിരുന്നത് കൊണ്ടാണ് ട്വിൻ, ഡിഡിമോസ്, ഇരട്ട എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നു. ഇത് ഞാൻ പള്ളിയിൽ വൈദികർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അത്ഭുതകരമായിട്ടുള്ള കാര്യം, ആ പേര് ഫേമസ് ആകാനുള്ള കാരണം യേശുക്രിസ്തു തൻ്റെ വിലാപ്പുറത്ത് വിരലുകൾ ഇടുക എന്ന് പറഞ്ഞപ്പോൾ ഈ ഒട്ടിയിരിക്കുന്ന വിരലുകൾ ആ വിലാപ്പുറത്തിലിട്ടു. കൈ തിരിച്ചെടുത്തപ്പോൾ ആ 2 വിരലുകളും സെപ്പറേറ്റായി എന്നും പറയുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ഡിഡിമോസ് അല്ലെങ്കിൽ ഇരട്ട എന്നുള്ള പദത്തിന് കൂടുതൽ പ്രാധാന്യം സഭ നൽകുന്നത്. അപ്പോൾ ഇനിയും കാര്യത്തിലേക്ക് കടക്കാം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈ തോമാസ് ശ്ലീഹ അവരുടെ ഒപ്പം ഇല്ലായിരുന്നു. തോമാസ് ശ്ലീഹ മടങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ യേശുക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വിശ്വസിച്ചില്ല. ഇദ്ദേഹം വിശ്വസിക്കാതെ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ കാണുകയും അതിൽ സ്പർശിക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. ഇതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന് കാണുകയും, 2 സ്പർശിക്കുകയും. അതായത് ഒരു റിയലിസ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവമാണിത്. എന്തിനും തെളിവ് വേണം. സയൻറ്റിഫിക്കായിട്ടുള്ള ചിന്തകളുള്ളതും തെളിവ് സഹിതം നൽകിയില്ലെങ്കിൽ വിശ്വസിക്കില്ല എന്നുള്ള ബോധ്യമുള്ള വ്യക്തികളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു. നമുക്കറിയാം, യേശുക്രിസ്തു കാനായിൽ വെള്ളം വീഞ്ഞാക്കിയത് മുതൽ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് മുതൽ, ഭൂതഗ്രസ്തയായ വ്യക്തികളിൽ നിന്നും ഭൂതങ്ങളെ ഒഴിവാക്കിയ സന്ദർഭങ്ങളിൽ, വെള്ളത്തിൽ കൂടെ നടന്നപ്പോൾ, അതുപോലെ കുരുടർക്ക് കാഴ്ച കൊടുത്തപ്പോൾ, മുടന്തർക്ക് സൗഖ്യം കൊടുത്തപ്പോൾ എല്ലാം ഈ തോമാസ് ശ്ലീഹ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസം വരേണ്ട ആൾക്കാർക്ക് വിശ്വാസം വരേണ്ടതാണ്. ഈ സമയത്ത് യേശുക്രിസ്തു മരിച്ച് ഉയർത്തെണ്ണീക്കും, 3 ദിവസത്തിന് ശേഷം ഉയർത്തെണ്ണീക്കുമെന്ന് പറഞ്ഞ് അറിവുള്ള ഈ വ്യക്തി യേശുക്രിസ്തു ഉയർത്തെണ്ണീറ്റു, ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ്. അദ്ദേഹം അപ്പോഴും ഒരു നല്ല അടയാളത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം യേശുക്രിസ്തു 12 ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുന്ന ആ മുറിയിലേക്ക് കടന്നു വരുന്നു. നേരെ തോമാസ് ശ്ലീഹയോട് പറയുന്നു, ദാ എൻ്റെ കരങ്ങൾ കാണുക, അതിൽ സ്പർശിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ തോമാസ് ശ്ലീഹ ഒരാഴ്ച മുമ്പ് പറഞ്ഞത്, ഞാൻ കാണാതെയും സ്പർശിക്കാതെയും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഒരാഴ്ചയ്ക്ക് ശേഷം വന്നിട്ട് ഇദ്ദേഹം അന്ന് പറഞ്ഞത് എൻ്റെ ഉത്തരമായിട്ട് തന്നെ കൃത്യമായിട്ട് പറയുന്നു, കാണുക, സ്പർശിക്കുക, വിശ്വസിക്കുക എന്ന് പറഞ്ഞു. തോമാസ് ശ്ലീഹ അതുപോലെ ചെയ്തു. എന്നിട്ട് വലിയ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിശ്വാസ പ്രഖ്യാപനം പറയുന്നു, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ഇങ്ങനെയാണ് യേശുക്രിസ്തുവിനെ അഡ്രസ്സ് ചെയ്യുന്നത്, എൻ്റെ കർത്താവും ദൈവവുമേ. ഈ 2 വാക്കിനും വളരെയധികം അർത്ഥങ്ങളുണ്ട്.
ചെറുപ്പകാലത്ത് നിന്ന് കേൾക്കുമെന്ന് പറഞ്ഞാൽ ഇത് ദൈവവും ഇത് കർത്താവും എന്നുള്ള വാക്ക് ഒന്ന് മനസ്സിലായിട്ടുള്ളായിരുന്നു. പക്ഷെങ്കിൽ പിൽക്കാലത്താണ് കൃത്യമായിട്ട് അതിൻ്റെ ഡീപ്നെസ് മനസ്സിലായത്. കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഡ്ഷിപ്പ്, നമ്മുടെ സർവ്വ അധികാരവും വേറൊരാൾക്ക് സറണ്ടർ ചെയ്യുകയാണ്. ആ സറണ്ടറിങ്ങോടുകൂടി നമ്മൾ ആർക്ക് സറണ്ടർ ചെയ്യുന്നോ ആ ആൾ പറയുന്നതും ആവശ്യപ്പെടുന്നതുമാണ് നമ്മൾ പൂർണ്ണമായിട്ടും അനുസരിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ അടുക്ക പറയുകയാണ്, നീയാണ് എൻ്റെ കർത്താവ്, നീ പറയുന്നത് ഞാൻ ഇനിമേൽ കൃത്യമായിട്ട് അനുസരിക്കും. ഈ തരുണത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു, യേശുക്രിസ്തു പറഞ്ഞ 2 വലിയ നിയമങ്ങൾ, 2 കമാൻഡ്മെൻറ്റ്സ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെ അയൽവാസിയെ സ്നേഹിക്കുക, അല്ലെങ്കിൽ തന്നെ പോലെ തന്നെ നിങ്ങളുടെ അയൽവാസിയെ സ്നേഹിക്കുക. ഈ 2 കാര്യങ്ങൾ ഞാൻ ഒത്തിരി വിസ്താരഭയത്താൽ ഞാൻ അധികം പറയുന്നില്ല. അപ്പോൾ ഈ ബേസിക്കായിട്ടുള്ള 2 കാര്യങ്ങളെങ്കിലും അനുസരിക്കുക. അപ്പം അതാണ് ബേസിക്കായിട്ട് ഒരു കർത്താവിനെ, യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, നീ എൻ്റെ ദൈവമാണ്. അതായത് പല ദൈവങ്ങളെ പറ്റി ഇവർ കേട്ടിട്ടുണ്ട്. റോമാ സാമ്രാജ്യത്തിൽ പല ദൈവങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം മുതൽ തോമാസ് ശ്ലീഹ പറയുകയാണ്, നീയാണ് യഥാർത്ഥ ദൈവപുത്രൻ, നീയാണ് എൻ്റെ ദൈവം. അപ്പോൾ ദൈവം ആരാണെന്ന് മനസ്സിലായി പ്രഖ്യാപിക്കുന്ന വലിയൊരു പ്രഖ്യാപനം. അതായത് ഈ ലോകത്തിൽ നിന്ന് പുറത്ത് വേറൊരാൾ നമ്മളുടെ അധികാരിയുണ്ട്. നമ്മളെ 3 ദിവസത്തിന് ശേഷം ഉയർത്തെണ്ണീറ്റ് മരണത്തെ തോൽപ്പിച്ച ദൈവം, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ മരണത്തെ തോൽപ്പിച്ച് നമുക്ക് നിത്യജീവൻ തരാൻ കഴിവുള്ള ഒരു ദൈവം, ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് ഉണ്ട്, അത് നീയാണ് എന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ് തോമാസ് ശ്ലീഹ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഈ തോമാസ് ശ്ലീഹ ദൈവത്തിനുമായിട്ടുള്ള എൻകൗണ്ടർ കൊണ്ട് എങ്ങനെയാണ് തോമാസ് ശ്ലീഹയുടെ ജീവിതം, കാഴ്ചപ്പാട്, പെർസ്പെക്റ്റീവ് മുഴുവനായിട്ട് മാറിയത്. ഒരാൾ ദൈവത്തിന് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിക്കുന്നു, അതേപോലെ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്ക, നമുക്ക് യേശുക്രിസ്തുവിൻ്റെ അടുക്ക നമുക്ക് പല ചോദ്യങ്ങളും ചോദിക്കാം. എനിക്ക് നിന്നെ സംശയമുണ്ട്, നീ എനിക്ക് വെളിവാക്കി തരണമേ എന്നുള്ള ആ ചോദ്യം, ആ പ്രാർത്ഥന നമുക്ക് ദൈവത്തിൻ്റെ അടുക്ക എപ്പോഴും നൽകാം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിശ്വാസത്തിൽ നിന്ന് ചെറിയ ഒരു അയവ് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ദൈവത്തിൻ്റെ അടുക്ക സംശയങ്ങൾ ചോദിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ദൈവം തന്നിട്ടുണ്ട്. അത് ദൈവം ദൂരീകരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരിക്കലും സംശയിക്കരുത്. വി ഹാവ് ദ ഫ്രീഡം ടു ഡു ദാറ്റ്. അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആവശ്യപ്പെടുന്നത്, ദൈവം എപ്പോഴും നമ്മുടെ അടുക്കൽ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം എനിക്കൊരു സൈനിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാനിപ്പം പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന് കാണുവാനായിട്ട് എൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ, അല്ലെങ്കിൽ എൻ്റെ ചെവികൾ ഓപ്പൺ ചെയ്യണമേ. അതിനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെങ്കിൽ ആ ദൈവത്തെ കാണുവാനും കേൾക്കുവാനും നമ്മുടെ കണ്ണുകളും കാതുകളും ഓപ്പൺ ചെയ്യുക, തുറക്കുക. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ഈ തോമാസ് ശ്ലീഹായെ നിങ്ങൾക്ക് കൂടുതലായി പരിചയപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 24 to 29 ഇവിടെയാണ് നമുക്ക് ഈ ഭാഗം നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നത്. ജോൺ ചാപ്റ്റർ 20 വേഴ്സസ് 24 to 29. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.